ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മുടെ സൂപ്പർ ഫുഡ് എന്ന് വിളിക്കുന്ന മുരിങ്ങക്കായ കൊണ്ട് ഒരു അടിപൊളി മുരിങ്ങക്കായ മെഴുക്കുവരട്ടി നമുക്കുണ്ടാക്കാം. ഇതൊരു നാടൻ മുരിങ്ങക്കായാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ നന്നായി ഒന്ന് തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് വൃത്തിയാക്കി കഴുകിയെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങക്കായ, പിന്നെ നെക്സ്റ്റ് ഒരു വലിയ സവാള വേണം, അത് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2-3 പച്ചമുളക്, പിന്നെ ഒരു വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില. പിന്നെ ഒരു പാൻ വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. കടുക് എന്ന് പറയുമ്പോൾ ഇവിടെ ഭയങ്കര അലർജിയാണ്, ഇവിടെ ആർക്കും കടുക് ഇഷ്ടമല്ല. കടുക് കാണുമ്പോൾ തന്നെ അപ്പം എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വലിയൊരു സവാള ഇട്ട് കൊടുക്കാവുന്നുണ്ട്. സവാള അത് കഴിയുമ്പോൾ നമുക്ക് സവാള ഒന്ന് മൂത്ത് വരണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. അടുത്തായി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. പിന്നെ വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ചതച്ച മുളകാണ് ചേർക്കാറ്. ഞാനൊരു വെറൈറ്റിക്കായിട്ട് നമ്മുടെ വറ്റൽമുളകിനെ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് വഴറ്റുക കേട്ടോ. വഴറ്റാന്ന് പറയുമ്പോൾ അത്ര ബ്രൗണിഷ് അങ്ങനെയൊന്നും ആവണ്ട, നോർമൽ നമുക്ക് മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള. ഞാനിതിൽ തേങ്ങയൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങയൊന്നും ഇട്ട് അത്ര ഗാർണിഷ് ചെയ്തിട്ടില്ല. തേങ്ങ ഇടാതെ മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, സവാള വഴരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഒരു കളർ കിട്ടണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട് ഒരു മഞ്ഞൾപ്പൊടി, ഒരു ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, സവാള, ഉണക്കമുളക്, അതായത് വറ്റൽമുളക്, ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളൂ കേട്ടോ. നോർമലി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ മുരിങ്ങക്കായ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ജസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഒന്ന് മുരിങ്ങക്കായയിൽ പിടിക്കുന്ന വരെ അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അല്ലേ, അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ചൊരു ഉപ്പ് കൂടെ മുരിങ്ങക്കായ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ. അപ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കുന്നില്ലേ? ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കും, അപ്പോൾ കരിയെ. നമുക്ക് കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്, അത് അത്രയും മുരിങ്ങക്കായ ഒന്ന് വേവേണ്ട, ആ ഒരു 5 മിനിറ്റൊക്കെ മതി. അപ്പോൾ അന്ന് മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാമേ. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്തിട്ടുള്ള നല്ല മുരിങ്ങക്കായ കിട്ടും. കുറച്ച് വെള്ളം ഉണ്ടാവും, കാരണം മുരിങ്ങക്കായിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരുന്നതാണ്. ഞാൻ എൻ്റെ പാത്രം അടിപ്പിടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളം എല്ലാം ഡ്രൈ ആവും കേട്ടോ.
അപ്പോൾ 2-3 മിനിറ്റിൽ തന്നെ നമ്മുടെ മുരിങ്ങക്കായയിലെ വെള്ളമൊക്കെ വറ്റി ഇത് ഡ്രൈ ആയിട്ട് അടിപൊളിയായിട്ട് മെഴുക്ക് പുരട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ മെഴുക്ക് പുരട്ടി നല്ല തൈരൊക്കെ കൂട്ടി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇന്നത്തെ മെനു ആയിട്ട് നല്ല തൈര് കൂട്ടിയിട്ടുള്ള തൈരിൽ ഞാൻ സവാളയും ക്യാരറ്റും ഇട്ടിട്ടുള്ള സർലാസ് പോലെ ആക്കിയതും, പിന്നെ നല്ല കൂർക്ക മെഴുക്ക് പുരട്ടിയും നല്ല മുരിങ്ങക്കായ മെഴുക്ക് പുരട്ടിയും പപ്പടവും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെയുള്ളത് ട്രൈ ചെയ്യൂ. പിന്നെ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാമേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, അതുപോലെ നമ്മളെ എല്ലാപ്പോഴും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ പറയണേ. ഇതുപോലെയാണോ നിങ്ങളും കറി ഉണ്ടാക്കണമെന്ന് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും താങ്ക്